ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഉത്കൃതനം 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ഡേ 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ 1 ഇന്ന് കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാമൊക്കെ ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ടിവിറ്റി നമ്പർ പ്രവർത്തനം 7 മുതലാണ്. 7ാമത്തെ പ്രവർത്തനം കഥ എഴുതാം എന്ന പ്രവർത്തനമാണ്. ആഘോഷത്തിൻ്റെ ഭാഗമായി കഥ പറയൽ മത്സരം നടന്നു. സിംഹരാജൻ വൈകിയതിനെ കുറിച്ചുള്ള കഥയാണ് ലാലുമുയൽ പറഞ്ഞത്. ലാലുമുയൽ പറഞ്ഞ കഥ എന്തായിരിക്കും എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിംഹരാജൻ എന്തുകൊണ്ടാണ് വൈകിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നുണക്കഥ നമ്മുടെ ലാലുമുയൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് കൂട്ടുകാർ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. 8ാമത്തെ പ്രവർത്തനമാണ് ഇല കണക്ക്. പുതുവത്സരാഘോഷത്തിന് കൊണ്ടുവന്ന വാഴയില കുറച്ചു ബാക്കിയായി. ബാക്കി വന്ന ഇലകൾ സുന്ദരിക്കാക്ക 2ൻ്റെ കൂട്ടങ്ങളാക്കി വെച്ചു. 5 കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് 2ൻ്റെ കൂട്ടങ്ങളാണ് ആക്കി വെച്ചത്, 5 കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 2ൻ്റെ 5 കൂട്ടങ്ങൾ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് നോക്കാം എത്ര എണ്ണം കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കൂട്ടം ഉണ്ടാക്കിയത്. ഓക്കെ, ഒരു കൂട്ടം, 2ാമത്തെ കൂട്ടം, 3ാമത്തെ കൂട്ടം, 4ാമത്തെ കൂട്ടം, 5ാമത്തെ കൂട്ടം. ഇത് ആകെ എത്ര എണ്ണം ഉണ്ട് കൂട്ടുകാരെ, എണ്ണി നോക്കൊന്ന്. 1 2 3 4 5 6 7 8 9 10 എണ്ണമാണുള്ളത് അല്ലേ. ആകെ 10 എണ്ണമാണ് ഉള്ളത്. ഇത് എങ്ങനെയാണ് കൂട്ടുകാരെ നമ്മൾ എഴുതുക? നമ്മൾ എഴുതേണ്ടത് 2ൻ്റെ കൂട്ടങ്ങളാണ്. എത്ര കൂട്ടങ്ങളാണ്? 5 എണ്ണമാണുള്ളത്. അപ്പോൾ 2 × 5 എത്രയാണ്? 10. അപ്പോൾ ആകെ എത്ര ഇലകളാണുള്ളത്? ബാക്കി വന്ന ഇലകൾ 10 ഇലകളാണ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൂട്ടങ്ങളാക്കി വെക്കുക, അതിനുശേഷം ഉത്തരം എഴുതുക. ഇനി 2ാമത്തെ ചോദ്യം, കൂട്ടങ്ങളാക്കിയ ഇലകൾ സുന്ദരിക്കാക്ക തൊട്ടടുത്ത ഹോട്ടലിൽ കൊടുത്തു. അവൾക്ക് ഒരു ഇലക്ക് 2 രൂപ വീതം കിട്ടി. ആകെ എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും? ആകെ എത്ര ഇലകളുണ്ട് കൂട്ടുകാരെ? 10 ഇലകളാണുള്ളത്. അപ്പോൾ ഒരു ഇലക്ക് എത്ര രൂപ കിട്ടി? 2 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 × 2 എത്രയാണ്? 10 × 2 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ സുന്ദരിക്കാക്കയ്ക്ക് എത്ര രൂപ കിട്ടി? 20 രൂപ കിട്ടി അല്ലേ. 20 റുപ്പീസ് കിട്ടി. ഇനി 3ാമത്തേത്, ഹോട്ടലിൽ നിന്ന് സുന്ദരിക്കാക്ക 35 രൂപയ്ക്ക് മധുര പലഹാരം വാങ്ങി. ഹോട്ടലുടമയ്ക്ക് സുന്ദരിക്കാക്ക എത്ര രൂപ കൂടി കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വാഴയിലക്ക് എത്ര രൂപയാണ് സുന്ദരിക്കാക്കക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 20 രൂപയാണ് കിട്ടിയത് അല്ലേ. 20 രൂപ. മധുര പലഹാരത്തിൻ്റെ വില എത്രയാണ്? 35 രൂപ. ഓക്കെ, ഇനി ഹോട്ടൽ ഉടമക്ക് കൊടുക്കേണ്ട ബാക്കി രൂപ എത്രയാണ്? ആകെ സുന്ദരിക്കാക്കയുടെ കയ്യിലുള്ളത് മധുര പലഹാരത്തിനുള്ളത് 35 രൂപയും സുന്ദരിക്കാക്കയുടെ കയ്യിലുള്ളത് 20 രൂപയുമാണ്. അപ്പം നമ്മൾ 35-ൽ നിന്നും 20 രൂപ കുറക്കണം. എത്ര കിട്ടും? 5. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ 1. അപ്പോൾ എത്ര രൂപ കൊടുക്കണം സുന്ദരിക്കാക്ക? 15 രൂപ. ഓക്കെ, 30 - 25 = 15. സുന്ദരിക്കാക്ക 15 രൂപ ഹോട്ടൽ ഉടമയ്ക്ക് പിന്നെയും കൊടുക്കണം. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഒരു സംശയവും ഇല്ലല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് പലഹാരക്കട എന്നുള്ളതാണ് 9ാമത്തെ പ്രവർത്തനം. സുന്ദരിക്കാക്ക ഹോട്ടലിൽ കണ്ട ആഹാര സാധനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? നെയ്യപ്പം, വാഴപ്പഴം, ഇഡലി, പഴംപൊരി, ഇടിയപ്പം, ഓറഞ്ച്, ഇലയട, ഉഴുന്നുവട, മുന്തിരി. ഓക്കെ, 3 സാധനങ്ങൾ കണ്ടു. ഇനി ഇവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത്. ഏതൊക്കെയാണ് കിട്ടുന്നത്? നെയ്യപ്പം കിട്ടുമോ? ഇല്ല. പിന്നെ വാഴപ്പഴം നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ വാഴപ്പഴം എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇഡ്ഡലി കിട്ടുമോ? ഇല്ല. പഴംപൊരി കിട്ടുമോ? ഇല്ല. ഇടിയപ്പോ? ഇല്ല. ഇടിയപ്പം അമ്മ ഉണ്ടാക്കണം അല്ലേ. ഓറഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഓറഞ്ച് എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ഓറഞ്ച്. ഇനി ഇലയട കിട്ടുമോ? ഇല്ല. ഉഴുന്നുവടയോ? ഇല്ല. മുന്തിരി കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് മുന്തിരി എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. മുന്തിരി.
ഇനി ആവിയിൽ വേവിച്ചത് ഏതൊക്കെയാണ്? ആവിയിൽ വേവിച്ചത് നെയ്യപ്പം നമ്മൾ ആവിയിലാണോ? അല്ല, എണ്ണയിൽ ഒഴിക്കുക ചെയ്യുക അല്ലേ. വാഴപ്പഴം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇഡ്ഡലി നമ്മൾ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെഴുതുക? ഇഡലി എന്ന് എഴുതി കൊടുക്കുക. പഴംപൊരി നമ്മൾ എണ്ണയിൽ പൊരിക്കുകയാണ്. ഇടിയപ്പം ആവിയിൽ വേവിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പം. ഇനി ഓറഞ്ച് നമ്മൾ എഴുതി. ഇലയട നമ്മൾ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇലയട എന്നുള്ളത് ഇവിടെ എഴുതുക. ഇനി അടുത്തത് ഉഴുന്നുവട നമ്മൾ എണ്ണയിൽ പൊരിക്കുകയാണ്. പഴംപൊരി ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത ഹെഡിങ് നമ്മൾ എന്ത് കൊടുക്കും? എണ്ണയിൽ പൊരിച്ചത്. ഓക്കെ, എണ്ണയിൽ പൊരിച്ചത് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിൽ പഴംപൊരി വരും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ നെയ്യപ്പം വരും. പിന്നെ നമ്മുടെ ഉഴുന്നുവടയും വരും. ഓക്കെ, ഉഴുന്നുവട, ഇത് മൂന്നും വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് ഏതൊക്കെയാണ്, ആവിയിൽ വേവിച്ചത് ഏതൊക്കെയാണ്, എണ്ണയിൽ പൊരിക്കുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് 10ാമത്തേത് സംഭാഷണമാണ്. അടുത്ത ദിവസം സുന്ദരിക്കാക്ക പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാത്ത മൈലമ്മയുടെ അടുത്തെത്തി. അവർ തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കാനാണ്. അപ്പോൾ സുന്ദരിക്കാക്ക ചോദിക്കുകയാണ്, മൈലമ്മേ നീ എന്താ പുതുവത്സരാഘോഷത്തിന് വരാതിരുന്നത്? അപ്പോൾ നമ്മുടെ മൈലമ്മ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മൈലമ്മയും സുന്ദരിക്കാക്കയും പിന്നെ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് കൂട്ടുകാർ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 11 ആണ്. ഗിഫ്റ്റ് കലണ്ടർ ആണ്. ലുക്ക് അറ്റ് ദ കലണ്ടർ. ജംബു ദ മങ്കി ഗോട്ട് ആസ് എ ഗിഫ്റ്റ് ആസ് പാർട്ട് ഓഫ് ദ ന്യൂ ഇയർ പ്രോഗ്രാം. സെലക്ട് എ ഫ്രണ്ട്. എന്താണ്? ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ജംബു കുരങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റാണ് ഈ കലണ്ടർ എന്ന് പറയുന്നത്. ഇനി ഈ കലണ്ടർ നോക്കൂ. 2025 ജാനുവരിയിലെ കലണ്ടറാണ് അല്ലേ. എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ഡേയ്സ് ഇൻ ദ കലണ്ടർ ആർ മിസ്സിംഗ്. എന്താണ്? ഈ കലണ്ടറിലെ ചില ഡേയ്സ് മിസ്സിംഗ് ആണ്. ഫിൽ ഇൻ ദ മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? 1 2 3 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഏതാ മിസ്സിംഗ്? അവിടെ 7 ഇല്ല. അപ്പോൾ അവിടെ 7 എഴുതി കൊടുക്കുക. നെക്സ്റ്റ് റോ കംപ്ലീറ്റ് ആണ്. പിന്നെ 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ 19 മിസ്സിംഗ് ആണ്. അപ്പോൾ അവിടെ 19 എഴുതി കൊടുക്കുക. 24 കഴിഞ്ഞാൽ 25 മിസ്സിംഗ് ആണ്. 26 27 ഉണ്ട്, 28 മിസ്സിംഗ് ആണ്, 29 മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. എന്താണ് നമ്പേഴ്സ് ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തത്, അല്ലെങ്കിൽ ഏതാണ് അവിടെ പോയിട്ടുള്ളത്, അത് മാത്രം എഴുതിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സൺഡേയ്സ് ഇൻ 2025. എത്ര സൺഡേ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് സൺഡേ? ഇതാണ് സൺഡേയ്സ് വരുന്നത് അല്ലേ. എത്ര സൺഡേ ഉണ്ട്? 1 2 3 4 അല്ലേ. 4 സൺഡേയ്സ് ആണ് ഉള്ളത്. അപ്പോൾ 4 എന്ന് എഴുതി കൊടുക്കുക. വിച്ച് ഡേ വിൽ ബി ദ 2025 ഫെബ്രുവരി 2. 2025 ഫെബ്രുവരി 2 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഇത് ജാനുവരിയിലെ കലണ്ടറാണ്. ഇവിടെ ഫെബ്രുവരി 1 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ, അഥവാ സാറ്റർഡേ ആയിരിക്കും. പിന്നെ 2 വരുന്നത് ഇവിടെയാണ്. ഏത് ദിവസമാണിത്? സൺഡേ ആണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഏതാണ്? സൺഡേ. ഏത് ഡേ ആണ്? സൺഡേ. Then find out the 2 patterns from the calendar and write them down. ഇതിൽ ഏതെങ്കിലും 2 പാറ്റേൺ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാറ്റേൺ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നുകിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു പാറ്റേൺ എഴുതാം. 1 8 15 22 29. മറ്റൊരു പാറ്റേൺ നമുക്ക് ഏത് എഴുതാം? 3 10 17 24 31. ഇങ്ങനെ ഏതെങ്കിലും 2 പാറ്റേൺ നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. കലണ്ടറൊക്കെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ട് എഴുതുക. മാർക്ക് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. A+ തന്നെ കിട്ടണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.